മയക്കുവടിയേറ്റ് ബോധം മറഞ്ഞുകൊണ്ടിരിക്കെ ഒരു തുമ്പിക്കൈ അവനെ താങ്ങി നിർത്തി. ഏഴാറ്റുമുഖം ഗണപതി. ഈ ദൗത്യത്തിലെ ഏറ്റവും ഹൃദയം തൊട്ട നിമിഷം. എന്നാൽ ദൗത്യസംഘത്തിന് ഏറ്റവും സങ്കീർണമായതും ഈ നിമിഷങ്ങളായിരുന്നു. ഗണപതിയുടെ താങ്ങിൽ നിന്നൂർന്ന് മുറിവേറ്റ കൊമ്പൻ മറിഞ്ഞു വീണതോടെ ദൗത്യം പ്രതിസന്ധിയിലായെന്ന വലിയ ആശങ്ക ഉയർന്നതാണ്. മയക്കുവെടിക്ക് പിന്നാലെ ആന വീണാൽ പിന്നെ എഴുന്നേൽക്കാൻ പ്രയാസമാണ്. ഒരുപക്ഷെ എഴുന്നേറ്റില്ലെന്നും വരും. മസ്തകത്തിലെ പൊത്തോളം പോന്ന മുറിവിലേക്ക് ഇടയ്ക്കിടെ പൂഴി വാരിയിട്ട് ദിനംപ്രതി വലുതാകുന്ന വ്രണത്തിൽ പുഴുവരിച്ച് അതിവേദനയിൽ ബോധം ചിതറി തീറ്റയെടുക്കാനാകാതെ ദിക്കും ദിശയും തെറ്റി ഉലയുകയായിരുന്നു. അടിയന്തരമായി ചികിത്സ നൽകിയില്ലെങ്കിൽ ആനയുടെ ജീവൻ അപകടത്തിലാകുമെന്നുറപ്പായതോടെയാണ് 1 മാസത്തിനിടെ 2ാം മയക്കുവെടി. വെറ്റിലപ്പാറയിലെ 14ാം ബ്ലോക്കിലെ എണ്ണപ്പനത്തോട്ടത്തിലായിരുന്നു ആന ഉണ്ടായിരുന്നത്. മയക്കുവെടി വയ്ക്കാനുള്ള ശ്രമം പുലർച്ചെ 5 മണിക്കേ തുടങ്ങി. 7:40 ആനയെ ലൊക്കേറ്റ് ചെയ്ത് വെറ്ററിനറി വിദഗ്ധൻ ഡോക്ടർ അരുൺ സഖറിയുടെ നേതൃത്വത്തിലുള്ള സംഘം നിലയുറപ്പിച്ചു. 7:15 മയക്കുവെടി വെച്ചു. അല്പദൂരം നടന്നതോടെ തീർത്തും അവശനായിരുന്ന ആനയുടെ ബോധം മങ്ങി. അപ്പോഴാണ് ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു കാട്ടാന ഏഴാറ്റുമുഖം ഗണപതി അവനെ തുമ്പിക്കൈ ചുറ്റി താങ്ങി നിർത്തിയത്. വീണുപോയ ആനയ്ക്ക് സമീപം തന്നെ നിലയുറപ്പിച്ച ഗണപതിയെ അകറ്റുന്നതായി അടുത്ത ദൗത്യം. പടക്കം പൊട്ടിച്ച് ഗണപതിയെ കാട്ടിലേക്ക് ഓടിച്ചു. കൊമ്പന്റെ മസ്തകത്തിലെ മുറിവ് ഡോക്ടർ അരുൺ സഖറിയുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കി. ദേഹത്ത് വെള്ളമൊഴിച്ച് തണുപ്പിച്ചു. ആനയെ എഴുന്നേൽപ്പിക്കാനുള്ള ശ്രമം 1.5 മണിക്കൂർ നീണ്ടു. എലിഫന്റ് ആംബുലൻസിലേക്ക് ആനയ്ക്ക് വഴിയൊരുക്കാൻ മണ്ണുമാന്തി യന്ത്രങ്ങളും എത്തിച്ചേരും. കുങ്കിയാനകളായ കോന്നി സുരേന്ദ്രനും വിക്രമും കുഞ്ചുവും ചേർന്ന് ആനയെ എഴുന്നേൽപ്പിച്ചു. എലിഫന്റ് ആംബുലൻസിലേക്ക് ഉന്തിക്കയറ്റി. അങ്ങനെ ദൗത്യത്തിന്റെ 1ഉം 2ഉം ഘട്ടങ്ങൾ ഏറെ ശ്രമകരമായിരുന്നുവെങ്കിലും പൂർത്തിയായി. രണ്ടിനെയും കൂടെ ആയിരുന്നു ഒരുമിച്ച് ട്രാക്ക് ചെയ്തത്. അപ്പോൾ ഏഴാറ്റുമുഖം ഗണപതി ഇത്രയ്ക്കൊരു ഇമോഷണൽ ഒരു ഇത് വരുമെന്ന് നമ്മളാരും പ്രതീക്ഷിച്ചില്ല. പക്ഷെ അത് തുമ്പി കൊണ്ട് ആനയെ ചേർത്ത് പിടിച്ചു കൊണ്ടുവരുന്ന ഒരു സീനും പിന്നെ ആ തുമ്പിയിൽ നിന്ന് വിട്ടുപോയപ്പോഴാണ് ആന മയങ്ങി വീണത്. വേറെ ഇഷ്യൂസ് ഒന്നും ആ സമയത്ത് ഉണ്ടായിട്ടില്ല. കോടനാട് അഭയാരണ്യത്തിലെ പുതിയതായി ബലപ്പെടുത്തിയ ആനക്കൂട്ടിലേക്ക് 11 മണിയോടെ മുറിവേറ്റ കൊമ്പനെ എത്തിച്ചു. അതീവ ഗുരുതരമാണ് ആനയുടെ ആരോഗ്യനില. ജനുവരി 15 മുതലേ മസ്തകത്തിൽ പരിക്കേറ്റ കൊമ്പൻ പ്ലാന്റേഷൻ തോട്ടത്തിലെത്തിയിരുന്നു. പരിക്ക് ഗുരുതരമാണെന്ന് കണ്ടതോടെ ജനുവരി 24 മയക്കുവെടി വെച്ച് തളച്ച് ചികിത്സ നൽകി വിട്ടയച്ചു. മുറിവിൽ പുഴുവരിച്ച നിലയിൽ വീണ്ടും കണ്ടതോടെയാണ് ആനയുടെ ജീവനിൽ ആശങ്ക ഉയർന്നത്. മുറിവ് നേരത്തെ കണ്ടതിന്റെ ഇരട്ടിയോളം വലുതായി. തീറ്റയെടുക്കാനാകാതെ മെലിഞ്ഞ് എല്ലുകളുന്തി അവശനാണ് കൊമ്പൻ. കംപ്ലീറ്റ് പൂർണ്ണമായിട്ട് നീക്കം ചെയ്തു. അതായത് ഞാൻ കിടന്ന് കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഒരു ഗുണം അതാണ് കിട്ടിയത്. കംപ്ലീറ്റ് ഡ്രസ് ചെയ്യാൻ പറ്റി. കംപ്ലീറ്റ് പഴുപ്പ് നീക്കം ചെയ്തു. മരുന്ന് വെച്ചു, ട്രീറ്റ് ചെയ്തു, ആന്റിബയോട്ടിക്സും എല്ലാം കൊടുത്തു, ഇഞ്ചക്ഷൻസും എല്ലാം കൊടുത്തു, റിവേഴ്സ് ചെയ്തു, എന്നിട്ട് കൂട്ടിക്കെട്ടി. ഏത് 1 അടിയോളം ആഴത്തിലുണ്ട്. തട്ടുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് അതിന്റെ പഴുപ്പ് സെപ്റ്റിസിമിക്കാണ്. അതെങ്ങനെ ബാക്കി ഓർഗൻ എങ്ങനെയൊക്കെ ബാധിച്ചിട്ടുണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. 1.5 മാസം തുടർച്ചയായി ചികിത്സ വേണ്ടിവരും. ആനയുടെ മുറിവ് ഭേദമായാൽ മാത്രമാണ് ദൗത്യം പൂർണ്ണ വിജയത്തിലെത്തുക. അഭയാരണ്യത്തിൽ ഇനി ചികിത്സയാണ്. ഈ പ്രയത്നങ്ങളെല്ലാം ഫലം കാണുമെന്ന് ആശിക്കാം. മുറിവുണങ്ങി ആരോഗ്യവാനായി ആന തിരികെ കാടടയുമെന്ന്. ന്യൂസ് മലയാളം, തൃശൂർ.